ഒരു സമയത്ത് നേവി എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെ നേവി എന്ന് പറയുന്നേക്കാൾ കൂടുതൽ ഇപ്പോൾ എക്സ്പോഷർ കൂടിയിട്ടുണ്ട്. അതിനൊരു കാരണം എന്തായിരുന്നു? ഇപ്പോഴത്തെ ജനറേഷൻ ദേ ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദിസ്. അവർ ചോദിക്കേണ്ട സ്ഥലത്ത് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കരാട്ടെ എന്ന് ഞാൻ പറയുന്നത്, സ്പോർട്സിലുപരി ദാറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. എത്ര പവർഫുൾ ആയിട്ടുള്ള ആളാണെങ്കിലും അയാൾക്കൊരു വീക്ക് പോയിന്റ് ഉണ്ടാവും, ലൈക്ക് അവർ സെൻസ് ഓർഗൻസ്. പറയണത് തെറ്റാണെന്നറിയാം, പക്ഷേ കുറേ കാറ്റാസ്ട്രോഫിക് ഇവൻറ്റ്സ്, ഫ്ലഡ്, സൈക്ലോൺസ്, കുറേ യുദ്ധത്തിൻ്റെതായിട്ടുള്ള ചെറിയ സിനാരിയോസ് വന്നപ്പോഴാണ് എക്സ്പോസ്ഡ് ആയത്. അതുവരെ എനിക്ക് തോന്നുന്നത് നമുക്ക് നമ്മുടെ ഓപ്പറേഷൻസ് ലോകം അറിയുന്നുണ്ടായിരുന്നില്ല. ഹായ് ഹലോ, ഇന്ന് എൻ്റെ കൂടെയുള്ളത് റിട്ടയർഡ് ലെഫ്റ്റനന്റ് കമാൻഡറും മോട്ടിവേഷൻ സ്പീക്കറുമായ മുഹമ്മദ് അൻസാരിയാണ്. നമസ്കാരം. ഹായ് വൃന്ദ, നമസ്കാരം. എന്തൊക്കെയാണ്, അതായത് ഇത് ഞാൻ ഈ ഒരു പ്രിപ്പയർ ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ സാറിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ സമയത്ത് കുറച്ചുകൂടി ഡെസിഗ്നേഷൻസ് കണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? പ്രൈമറി, ഇപ്പോൾ വൃന്ദ പറഞ്ഞതുപോലെ തന്നെ ഐ ആം എ മോട്ടിവേഷണൽ സ്പീക്കർ, ബട്ട് ദാറ്റ്സ് നോട്ട് മൈ പ്രൊഫഷൻ. എൻ്റെ പ്രൈമറി പ്രൊഫഷൻ, ഐ ഹാവ് എ സ്റ്റാർട്ടപ്പ് കോൾഡ് ക്ലൂഗർ വേഴ്സ്റ്റാൻഡ്. അതിന് ദാറ്റ്സ് ഇൻ ടു റോബോട്ടിക്സ്, സോഫ്റ്റ്വെയർ ഡിസൈൻസ് ആൻഡ് വെബ്സൈറ്റ്സ്. സോ അതിൻ്റെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറാണ്. ഐ ഹാവ് എൻ ഓൾ ഇന്ത്യ കരാട്ടെ ഫെഡറേഷൻ, അതിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് ചീഫ് ഇൻസ്ട്രക്ടറും കൂടെയാണ്. പിന്നെ ഒരു എക്സ് ഡെസിഗ്നേഷനാണ് അതിലുണ്ടായത്. ഐ വാസ് വർക്കിംഗ് ഫോർ എൻ അയർലൻഡ് കമ്പനി കോൾഡ് സെൽട്രീനോ ആസ് പ്രോജക്ട് മാനേജർ. ഇത് മൂന്നുമാണ് പ്രൈമറി ആയിട്ടുള്ള മെയിൻ ഡെസിഗ്നേഷൻസ്. ബാക്കി ഐ ഡു എക്സിക്യൂട്ടീവ് MBA ഓൾസോ നൗ ഇൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി. ഐ എം ട്രൈങ് ടു ഹാവ് ഹൊറിസോണ്ടൽ സ്പെഷ്യലൈസേഷൻസ്. എങ്ങനെയാണ് ഈ ഒരു ആംഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഡിഫൻസ് ഇതിലോട്ട് എങ്ങനെയാണ് വരുന്നത്? സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എങ്ങനെയായിരുന്നു? ഭയങ്കര ക്ലീഷ ആയിട്ടുള്ളൊരു ഉത്തരവാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ഡിഫൻസ് പർട്ടിക്കുലർലി ഇന്ത്യൻ നേവിയിലായിരുന്നു. നേവിയിൽ ജോയിൻ ചെയ്തത് 2013. നമ്മൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ, ഞാൻ 90s കിഡാണ്. അപ്പോൾ ആ ടൈമിൽ 2006 ലക്ഷ്യ എന്നൊരു മൂവി റിലീസായിരുന്നു. അപ്പോൾ ഞാൻ ഹൃത്തിക് റോഷൻ്റെ ഭയങ്കര വലിയ ഫാനാണ്. ലക്ഷ്യ എന്നൊരു മൂവിക്ക് ശേഷം എനിക്ക് മലയാളത്തിൽ കീർത്തിചക്ര 2006 ആ ടൈമിലാണ്. അപ്പോൾ ഈ പടങ്ങളൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ ആ ടൈമിൽ ഓരോ സിനിമ കണ്ടിട്ടാണല്ലോ നമ്മൾ ആദ്യം പൈലറ്റ് ആവണം അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ ആവണം എന്ന് തോന്നുന്നത്. അതിനൊക്കെ ശേഷം എനിക്ക് തോന്നുന്നു വാരണമായിരം എന്നൊരു പടമാണ് 90s ബോയ്സിനെ ഏറ്റവും കൂടുതൽ ഗിറ്റാർ പഠിക്കാൻ പ്രേരിപ്പിച്ചതും ജിമ്മിൽ ജോയിൻ ചെയ്യാൻ പ്രേരിപ്പിച്ചതും ആർമിയുടെ എൻ്റെ ഏറ്റവും കൂടുതൽ ആഗ്രഹം. അതിനുശേഷം അങ്ങനെയാണ് ഡിഫൻസിൽ ജോയിൻ ചെയ്യണം എന്നൊരാഗ്രഹം. പിന്നെ നേവി നമ്മൾ കൊച്ചിക്കാരായതുകൊണ്ട് നമ്മളെല്ലാവട്ടം ആ തേവരപ്പാലം ക്രോസ് ചെയ്യുമ്പോൾ ബസ്സിൽ ഞാനിങ്ങനെ എത്തി നോക്കും. കുറേ വാർഷിപ്സ് അവിടെ ഉണ്ട്. വൈറ്റ് യൂണിഫോംസിൽ, വൈറ്റ് ക്യാപ്സിലും യൂണിഫോംസിലും കുറേ സ്മാർട്ട് ജെന്റിൽമെൻ ആർ വാക്കിംഗ്. അപ്പോൾ ആ ബേസിൻ്റെ ഉള്ളിൽ എന്താണ് എന്നൊരു ക്യൂരിയോസിറ്റി, ആ ഒരു ലോകത്ത് കയറണം, ഒരു വട്ടം ലൈഫിൽ ഒന്ന് കയറി എന്താണെന്ന് അനുഭവിച്ചിറങ്ങണം എന്നൊരു ആഗ്രഹത്തിലാണ് അങ്ങനെ ഡിഫൻസിലേക്ക് എത്തിയത്. പിന്നെ അതുപോലെ തന്നെ ഒരു നേവി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ കൂടുതലും നമ്മൾ കുറച്ചും കൂടി എക്സ്പോഷർ വന്നിട്ടുണ്ടായിരുന്നു. നേവി എന്ന് പറയുമ്പോൾ ഒരു ഫ്ലഡ് ഉണ്ടായിരുന്ന സമയത്തും, ഒരു സമയത്ത് നേവി എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെ നേവി എന്ന് പറയുന്നേക്കാൾ കൂടുതൽ ഇപ്പോൾ എക്സ്പോഷർ കൂടിയിട്ടുണ്ട്. അതിനൊരു കാരണം എന്തായിരുന്നു? സിനിമകളും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നേവിയുടെ ഒരു ഇത്. അത് പറയണത് തെറ്റാണെന്നറിയാം, പക്ഷേ കുറേ കാറ്റാസ്ട്രോഫിക് ഇവൻറ്റ്സ്, ഫ്ലഡ്, സൈക്ലോൺസ്, കുറേ യുദ്ധത്തിൻ്റെതായിട്ടുള്ള ചെറിയ സിനാരിയോസ് വന്നപ്പോഴാണ് എക്സ്പോസ്ഡ് ആയത്. അതുവരെ എനിക്ക് തോന്നുന്നത് നമുക്ക് നമ്മുടെ ഓപ്പറേഷൻസ് ലോകം അറിയുന്നുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി കേരളത്തിൽ ഫ്ലഡ് വന്നതിന് ശേഷമാണ് വി കുഡ് ആക്ച്വലി ഷോ അവർ പൊട്ടൻഷ്യൽ. ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും തിരുവനന്തപുരത്ത് ഇന്ന് ഓപ്പ് ഡെമോ നടക്കുക. ഓൾ ഇന്ത്യൻ നേവിയുടെ മെയിൻ ഓപ്പ് ഡെമോ നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. അപ്പോൾ അങ്ങനെ നാട്ടുകാരുടെയും എല്ലാവരുടെയും വിസിബിലിറ്റിയിലേക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ കാണിക്കാനുള്ള ഒരു സാഹചര്യം വന്നു എന്ന് തന്നെയാണ് ഞാൻ നോക്കുന്നത്. കുറേ ഫ്ലഡ് റിലീഫ്സ് നടക്കുന്നുണ്ട് നമ്മുടെ അടുത്തുള്ള പല രാജ്യങ്ങളിലും. പെട്ടുപോയ കോവിഡിൻ്റെ ടൈമിലാണെങ്കിൽ പോലും ഫ്ലൈറ്റ്സ് ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ വാർഷിപ്സ് പോയി നമ്മുടെ ഇന്ത്യൻ സിറ്റിസൻസിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായി, അത് ന്യൂസിലായി. അങ്ങനെയാണ് ഐ ഫീൽ നൗ ഇന്ത്യൻ നേവി ഇൻ പെർട്ടിക്കുലർ ഈസ് ഹാവിങ് എ വെരി ഗുഡ് ബ്രാൻഡ് വാല്യൂ എന്നുള്ള രീതിയിൽ തന്നെ പറയാം നമ്മളിവിടെ. പക്ഷെ സാറ് കയറി വന്ന സമയത്ത് ഞാൻ ഇപ്പോൾ നോക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർഡ് എന്ന് കണ്ടായിരുന്നു. എല്ലാവരും കാണുന്ന സമയത്ത് അത്ര ഒരു ഏജ് തോന്നില്ല. റിട്ടയർഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു സീനിയർ ആയിട്ടുള്ള ഒരു ജോബ് ചെയ്യുന്ന ഒരു ഓഫീസർ ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതെന്താണ് ഒരു റിട്ടയർ? ഞാൻ ആദ്യം വരുമ്പോൾ തന്നെ പറയണം എന്ന് വിചാരിച്ചായിരുന്നു. കാരണം റിട്ടയർമെന്റ്, ഞാനും റിട്ടയർഡ് എന്ന് പറയുമ്പോൾ തല മുടി കുറച്ച് നരച്ചതോ കഷണ്ടി കയറിയതോ അല്ലെങ്കിൽ ഒരു 50 വയസ്സായിട്ടുള്ള ആൾക്കാരെയാണ് റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ നേവിയിൽ, ആർമി, എയർഫോഴ്സ് എല്ലായിടത്തും ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ എന്നൊരു എൻട്രി ഉണ്ട്. സോ ദാറ്റ് ഈസ് ഫോർ 10 years. നമ്മുടെ ഒരു കോൺട്രാക്ട് എംപ്ലോയി പോലെ തന്നെ. ദാറ്റ്സ് എ വെരി ഗുഡ് എൻട്രി. കാരണം യു ക്യാൻ എൻ്റർ നമ്മൾ 10 years ഡിഫൻസ് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാം, അതെന്താണെന്ന് അറിയാം, അവിടുത്തെ ചിട്ടകളും രീതികളും പഠിച്ചതിന് ശേഷം
യു ക്യാൻ റീഅട്ടയർ എന്നാണ് ഞങ്ങൾ പറയുന്നത്, റിട്ടയർമെൻറ്റ് എന്ന് പറയാറില്ല. റീഅട്ടയർമെൻറ്റ് ഈസ് ലൈക്ക് ചേഞ്ചിങ് യുവർ ഡെസിഗ്നേഷൻ, ചേഞ്ചിങ് ക്ലോത്ത്സ്, ചേഞ്ചിങ് എ ജോബ്. അപ്പോൾ അവിടുന്ന് എക്സ്പീരിയൻസ് കഴിഞ്ഞ് റീഅട്ടയർമെൻറ്റ്, യു റിട്ടയർ ആഫ്റ്റർ 10 years. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് യു കം ഔട്ട്, യു സ്റ്റാർട്ട് ന്യൂ ബിസിനസ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ജോബിൽ കയറും. അങ്ങനെയാണ് ലിറ്ററലി റിട്ടയർ ആയത്. അതിൻ്റെ ഒരു ഫൺ ഫാക്റ്റ് എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറും സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയാണ്, FACTയിലാണ്. അപ്പോൾ പുള്ളി റിട്ടയർ ആവണതിന് മുന്നേ മകന് റിട്ടയർ ആവാൻ പറ്റി. സാധാരണ നേരെ തിരിച്ചാണ്. സാധാരണ അച്ഛന്മാർ റിട്ടയർ ആയതിനു ശേഷം അതേ ജോലിയിലേക്ക് മകൻ കയറുന്നുള്ള ഒരു ന്യൂസ് വാല്യൂ ആണ് ഉള്ളത്. എൻ്റെ ജീവിതത്തിൽ അത് ആ ഒരു കർത്തവ്യം എന്താണ്, അച്ഛൻ റിട്ടയർ ആവുന്നതിന് മുന്നേ എനിക്ക് റിട്ടയർ ആവാൻ പറ്റി. ദാറ്റ്സ് ഐ തിങ്ക് വൺസ് ഇൻ എ ബ്ലൂ മൂൺ സിറ്റുവേഷൻ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകം എന്ന് പറയുന്നത് പങ്ക്ച്വാലിറ്റി തന്നെയാണ്. പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലൊക്കെ പങ്ക്ച്വാലിറ്റി വേണമെന്ന് എപ്പോഴും എനിക്കായാലും പേഴ്സണലി ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു പങ്ക്ച്വാലിറ്റീനെ പറ്റിയിട്ട് എന്താണ് പറയുക, ഈ ഒരു മേഖലയിലെ ഒരു പങ്ക്ച്വാലിറ്റീനെ പറ്റിയിട്ട് എന്താണ് പറയാൻ? പങ്ക്ച്വാലിറ്റീനെ പറ്റിയുള്ളത് നമ്മുടെ എല്ലാവരുടെയും കൺഫ്യൂഷൻ തെറ്റാ. കാരണം ഞാൻ എൻ്റെ ജൂനിയർ ഐ ടേക്ക് മോട്ടിവേഷൻ ക്ലാസ്സസ് ഫോർ ഓൾ കോളേജ് സ്റ്റുഡൻസ്. അവരൊക്കെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ 9 മണിക്ക് ഒരു സ്ഥലത്ത് എത്താൻ പറഞ്ഞാൽ 9 മണിക്ക് എത്തുന്നതല്ല പങ്ക്ച്വാലിറ്റി. പീപ്പിൾ എക്സ്പെക്ട് ഇൻ ദാറ്റ് മാനർ. 9 മണിക്ക് മുന്നേ, ഇത് ഞാൻ ഒരു വെരി ഫണ്ണി ഇൻസിഡൻറ്റ് ഞാൻ ഇത് ലൈഫിൽ പഠിച്ചത്. നേവൽ അക്കാഡമിയിൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഡിവിഷണൽ ഓഫീസർ ഉണ്ടായിരുന്നു. സ്റ്റാഫ് റൂം പോലത്തെ ഒരു സ്ഥലത്ത് എൻ്റെ അടുത്ത് 11 മണിക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഐ എം നോട്ട് യൂഷ്വലി ലേറ്റ്, ഐ ഓൾവേസ് അറൈവ് ഓൺ ടൈം. അപ്പോൾ ഞാൻ കറക്റ്റ് 11 മണിക്ക് അവിടെ എത്തിയിട്ട് ഞാൻ സാർ എടുത്തോണ്ട്, സാർ സബ് ലെഫ്റ്റനന്റ് അൻസാരി റിപ്പോർട്ടിംഗ് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞ് ഓൺ ഹാൻഡ്സ് ഡൗൺ, താഴെ പുഷപ്പ് പൊസിഷനിൽ നിൽക്കാൻ പറഞ്ഞു, പണിഷ്മെൻ്റ് ആണ്. അപ്പോൾ തന്നെ എന്നെ ആ ഒരു പൊസിഷനിൽ നിർത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു 11 മണിക്ക് ഞാൻ എത്തി. അപ്പോൾ ഞാനവിടെ പണിഷ്മെൻറ്റ് പൊസിഷനിൽ നിന്നപ്പോൾ ഞാൻ പുള്ളിയുടെ വാച്ചിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് പുള്ളിയുടെ വാച്ചിൽ ചിലപ്പോൾ 1-2 മിനിറ്റ് തെറ്റിയിട്ടുണ്ടാവും, എല്ലാ വാച്ചും കറക്റ്റ് സിങ്ക് ആവില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിയുടെ വാച്ച് തെറ്റിയതായിരിക്കും, പിറ്റേ ദിവസം ഞാൻ കുറച്ച് നേരത്തെ വരാം. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ കുറച്ച് നേരത്തെ എത്തിയായിരുന്നു. ഞാനവിടെ എത്തി റിപ്പോർട്ട് കൊടുത്തപ്പോൾ പുള്ളി വീണ്ടും പറഞ്ഞ് ഓൺ ഹാൻഡ്സ് ഡൗൺ. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, കാരണം രണ്ടാമത് ഞാൻ കുറച്ച് നേരത്തെ എത്തിയല്ലോ. പുള്ളി പറഞ്ഞ് പിറ്റേ ദിവസം വാന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ ഞാൻ ചാൻസ് എടുത്തില്ല, ഒരു 5 മിനിറ്റ് നേരത്തെ ഞാൻ എത്തി. ദാറ്റ് ഈസ് വെൻ ഹി ടോൾഡ് മീ എ ബിഗ് ലൈഫ് ലെസൺ. ഹി ടോൾഡ് ബെറ്റർ 1 hour too soon than 1 minute late. 1 മിനിറ്റ് വൈകി എത്തുന്നതിനെക്കാട്ടും നല്ലത് 1 മണിക്കൂർ നേരത്തെ എത്തുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മളെല്ലാവരും സിനിമ കാണാൻ പോകാറില്ലേ? അപ്പോൾ തിയേറ്ററിൽ സിനിമയും പരസ്യങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം ടോർച്ചടിച്ച് തന്നെ ഒരു കൂട്ടമുണ്ട്, കുറേ കൂട്ടമുണ്ട്. അവരുടെ പ്ലാനിങ് തെറ്റിപ്പോയതുകൊണ്ടാണ്. പ്ലാനിങ് അവർ ചെയ്തത് കറക്റ്റാണ്. 9 മണിക്ക് സിനിമ തുടങ്ങുന്ന ടൈമിൽ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. 8:30 വീട്ടിൽ നിന്ന് തുടങ്ങുള്ളൂ. കറക്റ്റ് അരമണിക്കൂറിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യണം, അത് കഴിഞ്ഞ് ലിഫ്റ്റ് എടുത്ത് മുകളിൽ പോകണം, ബ്രിസ്ക് ചെയ്യണം, അതിനുശേഷം വല്ല കോഫിയോ എന്തെങ്കിലും വാങ്ങിക്കണം. എന്നിട്ട് ഉള്ളിലെത്തുമ്പോഴേക്കും ആ ഹാഫ് ആൻ അവറിൽ നിന്ന് ആ ഒരു ബഫർ അവർ കരുതുന്നില്ല. ദിസ് ഈസ് വെയർ യു ഫെയിൽ. ഇപ്പോഴത്തെ കുട്ടികൾക്കും പറ്റുന്നത് തന്നെ. ബാക്ക് പേപ്പേഴ്സ് സപ്ലി ഉള്ള കുട്ടികളുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് ബാക്ക് പേപ്പർ ഉണ്ടായത്? 40% മാർക്ക് മതി. അവരെൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞ ഒരൊറ്റ ഉത്തരവാണ്, ഞാൻ പാസ്സാവാൻ വേണ്ടി പഠിച്ചു സാറേ. പാസ്സായില്ല. എക്സാക്ട്ലി, പാസ്സാവാൻ വേണ്ടി പഠിച്ചാൽ പാസ്സാവില്ല. യു നീഡ് ടു പുട്ട് എ ബഫർ ഇൻ ലൈഫ്. നമ്മൾ 60% മാർക്കിന് വേണ്ടി പഠിച്ചാലേ 40% കിട്ടുള്ളൂ. അതാണ് പങ്ക്ച്വാലിറ്റി. പങ്ക്ച്വാലിറ്റി ഈസ് നോട്ട് മീറ്റിംഗ് ദ കറക്റ്റ് ഡെഡ് ലൈൻ. ഇപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മാനേജർ നാളെ വൈകുന്നേരം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ നാളെ വൈകുന്നേരം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതല്ല പങ്ക്ച്വാലിറ്റി. അതിന് എത്രയും നേരത്തെ, ഞാൻ നാളെ ഉച്ചയാകുമ്പോഴേക്കും മാനേജറെ വിളിച്ച് സാർ റിപ്പോർട്ട് റെഡിയാണ്. നമ്മളെല്ലാവരും ഉച്ച കഴിഞ്ഞ് റിപ്പോർട്ട് വർക്ക് തുടങ്ങുള്ളൂ. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനാണ് പീപ്പിൾ വാണ്ട്. സോ ദിസ് ഈസ് ദി എക്സാക്ട് ഡെഫിനിഷൻ ഓഫ് പങ്ക്ച്വാലിറ്റി. ബട്ട് ഇതാണ് ഐ വാണ്ട് ദ പ്രസന്റ് ജനറേഷൻ ടു ആക്ച്വലി അണ്ടർസ്റ്റാൻഡ്. പങ്ക്ച്വാലിറ്റി ഈസ് അറൈവിങ് എഹെഡ് ഓഫ് ടൈം, നോട്ട് ഓൺ ടൈം. എനിക്ക് തോന്നുന്നു ഈ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ കുറേ ഗുണങ്ങളുണ്ട്. എനിക്ക് പേഴ്സണലി കുറേ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്കൊരു ഹറിബറി ഉണ്ടാവില്ല, ഒരു റിലാക്സ് ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിൽ ചിലപ്പോൾ ഫെയിലിയർ സംഭവിക്കാം നമുക്ക് അത്രയും ലേറ്റ് ആയി വരുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ എയർപോർട്ട്സിന്റെ കാര്യം എല്ലാം ആലോചിക്കും. നമുക്ക് 2 മണിക്കൂർ മുന്നേ എയർപോർട്ടിൽ എത്തണം എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കറക്റ്റ് 2 മണിക്കൂറിന് എത്തുള്ളൂ അവിടെ. പിന്നെ അവിടെ തിരക്ക്, ഉള്ളിൽ കയറാനുള്ള തിരക്ക്, ആ ടെൻഷനിലാവും. നമ്മളൊരു 2.5 മണിക്കൂർ മുന്നേ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാത്ത രീതിയിൽ ഡ്രൈവിങ്ങും അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് എത്തണോ, നമ്മൾ ആ അരമണിക്കൂറിലെത്തണം. ഗൂഗിൾ മാപ്സിൽ വെച്ച് കഴിഞ്ഞാൽ 11 മണി. പിന്നെ ആ ഹറിബറിയിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും
ഒരു സ്ട്രെസ് നമ്മൾ തന്നെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് അതിൽ. സത്യം, അത് എല്ലാവരും ഇപ്പൊ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അത് വലിയതായിട്ട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോടും ഈവൻ കോർപ്പറേറ്റ് ഏറ്റവും കൂടുതൽ ജോബ് ടെൻഷൻ, വർക്ക് സ്ട്രെസ്, 5 മണിക്ക് ശേഷം ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ എവിടെയോ തെറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ജോബ് പ്ലാനിങ്ങിലാണെങ്കിലും ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ടീമിൽ 5 പേരുണ്ട്. ഓരോ ആൾക്കാർക്കും ഒരു ദിവസത്തെ വർക്കാണെങ്കിൽ 5 ദിവസത്തിൽ ജോലി തീർക്കും എന്ന് ഞാൻ പറയില്ല. മിക്ക ആൾക്കാരും അങ്ങനെ പ്ലാൻ ചെയ്യും. അതിൻ്റെ ഇടയിൽ ഒരാൾക്ക് പനി വരാം, ഒരാളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരാം. അപ്പം ആ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ട്രെസ് വരുന്നത് അപ്പോഴാണ്. സോ ഈ ഒരു ബഫർ എപ്പോഴും ലൈഫിൽ വെക്കുക. ജസ്റ്റ് 10 minutes അഹെഡ്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു മൈൽ എക്സ്ട്രാ ഓൺ ഒരു സേഫ്റ്റി കൺസേൺസിൽ വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് യു വിൽ ഫീൽ മോർ റിലാക്സ്ഡ് ഇൻ ലൈഫ്. സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സാർ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾക്ക് ഏറ്റവും ഇല്ലാത്തൊരു കാര്യമാണ് ഉപദേശം എന്ന് പറയുന്നത്. എപ്പോഴും ഉപദേശിക്കുന്ന ആളുകളെ പൊതുവെ പല വിധത്തിലുള്ള മോട്ടിവേഷൻ സ്പീക്കിംഗ് ഒക്കെ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. താങ്കളുടെ ഒരു ഇതുപോലത്തെ ക്ലാസ്സസും സെക്ഷൻസും ഒക്കെ എങ്ങനെ ഡിഫറെന്റ് ആവുന്നത്? കറക്റ്റ്. ഞാൻ എൻ്റെ സെഷൻ അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവും. എൻ്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ഇതൊരു മോട്ടിവേഷൻ സ്പീച്ച് അല്ല എന്ന് പറഞ്ഞിട്ടാ. ഇറ്റ് ഈസ് നോട്ട് എ മോട്ടിവേഷൻ ഇഷ്ടമല്ല. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ ഉപദേശിക്കാൻ നമ്മുടെ ചുറ്റുമുണ്ട്. മാതാപിതാക്കൾ ആദ്യം തന്നെ മോട്ടിവേറ്റ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ബന്ധുക്കളും ഫ്രണ്ട്സും മോട്ടിവേഷണൽ വീഡിയോസ് ആണല്ലോ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ. റീൽസ് ആണ്, ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്തതൊക്കെ റീല് വഴിയാണ് അയച്ചു തരുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് രാവിലെ എണീക്കാനായിട്ട് അമ്മ 2 ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റില്ലെങ്കിൽ 3-ാമത്തെ ദിവസം രാവിലെ എണീറ്റാനുള്ള 10 ഗുണങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ആയിരിക്കും എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ പീപ്പിൾ ആർ ഫെഡ് അപ്പ് വിത്ത് മോട്ടിവേഷൻ. ആൻഡ് ഐ പേഴ്സണലി ഡോണ്ട് ബിലീവ് എനിവൺ ഹാസ് സക്സീഡഡ് വിത്ത് എനി മോട്ടിവേഷണൽ വീഡിയോസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സിനിമകളൊക്കെ കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഡിഫൻസ് ഫോഴ്സസിൽ ചേർന്നതെന്ന് ഞാൻ പറഞ്ഞു. അതെന്നെ ആദ്യത്തെ ദിവസം മാത്രമേ സഹായിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഇറ്റ് ഡസൻ ഹെൽപ്പ്. ഇപ്പോൾ ഹൃത്തിക് റോഷനോ അല്ലെങ്കിൽ സമാന്തയൊക്കെ വർക്കൗട്ട് ചെയ്യണ വീഡിയോസ് കണ്ട് ജിമ്മിൽ ചേർന്ന കുട്ടി എത്ര ദിവസം ജിമ്മിൽ പോകും? യു റിക്വയർ ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ആസ്പിറേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നൊരു ഡ്രൈവിംഗ് ഫോഴ്സ് വരണം. ഒരു കോഴ്സ് പഠിക്കുക, അത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടും എന്ന് എല്ലാവരും പറയുന്നത് പുറത്തുനിന്നുള്ള എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. അതല്ല, ഇത് പഠിച്ചാൽ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, എൻ്റെ ഒരു കാലിബർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ സെഷൻസിൽ ഞാൻ കൊടുക്കുന്നത്. ഉപദേശമല്ല, കുറച്ച് നിർദ്ദേശങ്ങളാണ്. ഞാൻ പറയും, നേരത്തെ സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിച്ച ആൾക്കാർ തിരിച്ചു വരുമ്പോൾ പറയണത് നമ്മൾ കേൾക്കും. കാരണം ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഫ്രണ്ട് മൂന്നാർ ഈ ഇടയ്ക്ക് പോയെന്ന് വെച്ചോ, പോയി തിരിച്ചു വന്നിട്ട് നമ്മുടെ അടുത്ത് ആ ഗ്യാപ്പ് റോഡ് ഫുൾ പൊളിഞ്ഞ് കിടക്കും, അതിൽ കൂടെ പോകണ്ട, വേറെ ഏതെങ്കിലും ഒരു റൂട്ട് പിടിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കും. കാരണം ഹി ഹാസ് റീസെൻ്റ്ലി ഗോൺ ആൻഡ് ഹാസ് കം ബാക്ക്. അത് മാത്രമേ ഉള്ളൂ എൻ്റെ സെഷനിൽ. എൻ്റെ ലൈഫിൽ 10 കൊല്ലത്തിൽ ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ നിർദ്ദേശങ്ങളായിട്ട് ഞാൻ പറയുന്നു. അത് എല്ലാവർക്കും കണക്റ്റ് ആവണമെന്നില്ല, പക്ഷെ അതിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ എന്ന് പറയുമ്പോൾ തന്നെ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദി എല്ലാവരും എൻഗേജ്ഡ് ആവും. ഓക്കെ, ഒരു സാറും കൂടെ ഉപദേശിക്കാൻ വേണ്ടി വന്നതല്ലല്ലോ എന്ന ചിന്തയിൽ ഇറ്റ് വാസ് സക്സസ്ഫുൾ. പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണയായിരുന്നു അത്. ആ തെറ്റിദ്ധാരണ എനിക്കിപ്പോൾ മാറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പലരും പറയും, ഈ പറയുന്ന ഞങ്ങൾക്ക് പല തരത്തിലുള്ള ഫെയിലിയേഴ്സ് ഉണ്ടാവുന്നുണ്ട്, എനിക്ക് ഈ ക്ലാസ് ഒന്നും കേട്ടിട്ടോ അല്ലെങ്കിൽ സെക്ഷൻസ് കേട്ടിട്ടൊന്നും എൻ്റെ ലൈഫ് സക്സസ് ആവുന്നില്ല എന്ന് പലരും ചിന്തിക്കാറുണ്ട്. അപ്പൊ ആ ഫെയിലിയേഴ്സിനെ മറികടക്കാൻ എന്തെങ്കിലും ഒരു ഐ വുഡ് ടെൽ ദർ ഈസ് നോ വേർഡ് കോൾഡ് ഫെയിലിയർ. ആദ്യം ആ ഫെയിലിയർ എന്ന വാക്ക് ഡിക്ഷണറിയിൽ നിന്ന് എടുത്ത് കളയണം. യു ഡോണ്ട് ഫെയിൽ ഇൻ ലൈഫ്, ഇറ്റ്സ് ഐദർ യു സക്സീഡ് ഓർ യു ലേൺ. നമ്മൾ തോക്കുന്ന ആൾക്കാരായിരിക്കാം കൂടുതൽ ജയിക്കുന്ന ആൾക്കാരെക്കാട്ടും ഇൻസൈറ്റ്സ് കിട്ടുന്നത്. കാരണം ഐ വുഡ് ടെൽ ദി ചിൽഡ്രൻ, എവരി വൺ ഹാസ് ടേസ്റ്റഡ് ഫെയിലിയർ. എൻ്റെ ലൈഫിലും നമ്മുടെ ലൈഫിലും എല്ലാവരും എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ തോറ്റ് അല്ലെങ്കിൽ ഫെയിലിയർ അറിഞ്ഞ ആൾക്കാരാണ്. യു നീഡ് ടു ഗ്ലോറിഫൈ യുവർ ഫെയിലിയർ. അതിന് ഉദാഹരണം ഞാൻ പറയാൻ കാരണം, എൻ്റെ നേവിയുടെ ഇൻ്റർവ്യൂവിന് SSB എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ ആണ്, 4 days ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത്. അതിലൊരു ഫിസിക്കൽ ടാസ്ക് ഉണ്ട്. ഓരോ ദിവസം ഓരോ ടാസ്കിന് നിങ്ങൾക്ക് മാർക്സ് കിട്ടും. അപ്പോൾ ഫിസിക്കൽ ടാസ്കിൻ്റെ ഇടയിൽ ഐ ഗോട്ട് ഇഞ്ചേർഡായി. എൻ്റെ ലെഗ് സ്ലിപ്പായി, ഫ്രാക്ചർ ആയിരുന്നു, ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇൻഡിവിജ്വൽ ടാസ്ക് കഴിഞ്ഞ് പല ടാസ്കും ഉണ്ട്, അതൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ലിറ്ററലി ഐ ഗോട്ട് ലെസ് മാർക്സ്. അപ്പോൾ അതിനുശേഷം ഐ വാസ് ടേക്കൺ ടു ഹോസ്പിറ്റൽ. ആംബുലൻസിൽ അവിടെ എത്തി. ഫ്രാക്ചർ ഇട്ട ടൈമിൽ എല്ലാവരും എന്നെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എൻ്റെ നേഴ്സസും ഫ്രണ്ട്സും പറയേണ്ട കുഴപ്പമില്ല, നമുക്ക് അടുത്ത ടാസ്കിൽ മാർക്ക് പോയാലും കുഴപ്പമില്ല, നമുക്കിത് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനും ഓക്കെ പറഞ്ഞ് നെക്സ്റ്റ് ഡേ ഐ എം റീച്ചിങ്. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഇൻ്റർവ്യൂയുടെ ടൈമിൽ ഇൻ്റർവ്യൂവർ ഉണ്ട്. അപ്പോൾ ഞാൻ ഞൊണ്ടിയാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ സഹായിച്ചിട്ട് ഞൊണ്ടി ഞാൻ ഈ ചെയർ പോലത്തേൽ ഇങ്ങനെ പ്ലാസ്റ്ററിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇൻ്റർവ്യൂവറുടെ കയ്യിൽ
എൻ്റെ ഫുൾ ബയോഡാറ്റ ഉണ്ട്. അപ്പോൾ ബയോഡാറ്റ നോക്കിയിട്ട്, അപ്പം നേരത്തെ പറഞ്ഞില്ല ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റും ആയിരുന്നു. അപ്പോൾ മുഹമ്മദ് അൻസാരി ബ്ലാക്ക് ബെൽറ്റ് ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞേ, അൻസാരി, ഞാൻ പറഞ്ഞു യെസ് സർ, യു ആർ എ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്, യെസ്, ആൻഡ് ഡെസ്പൈറ്റ് ഓഫ് ദറ്റ് യു ഗോട്ട് ഇഞ്ചേർഡ് എന്ന് പറഞ്ഞു. You know what I told him, sir, Jackie Chan also gets injured. What am I compared to him? Okay. You have to be confident that you failed because you tried something new. നമ്മൾ പുതിയതായിട്ട് എന്തൊരു കാര്യം ട്രൈ ചെയ്തതുകൊണ്ടാണല്ലോ യു ഫെയിൽഡ്. ഞാൻ പറയുന്നത് when companies now recruit, ഇനിഷ്യൽ ടൈമിൽ കമ്പനീസ് ബാക്ക് പേപ്പേഴ്സ് ഉള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യില്ലായിരുന്നു. ഫുൾ പാസ് അല്ലെങ്കിൽ 90% ഉള്ള ആൾക്കാരെ മാത്രമേ ജോലിക്ക് എടുക്കുകയുള്ളായിരുന്നു. ഫെയിലിയർ ടേസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് റിസ്ക് ടേക്കിംഗ് എബിലിറ്റി കൂടും. അവർക്ക് റിസ്ക് എടുക്കാൻ പറ്റും. കാരണം മറ്റേ ആള് എപ്പോഴും 90% പഠിച്ചു വന്ന ആളാണ്. പുതിയൊരു പാതയിലൂടെ പോയിട്ട് ഫെയിൽ ആവാൻ അവന് റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ടാവില്ല. സോ ഇഫ് യു ഹാവ് ഫെയിൽഡ്, ദാറ്റ് ഈസ് യുവർ പ്ലസ് പോയിന്റ്. അത് പ്രൊജക്റ്റ് ചെയ്യുക. അല്ലാതെ ആ സാഹചര്യത്തിൽ എൻ്റെ അടുത്ത് പറയാം, നീ കരാട്ടെ മാർഷൽ ആർട്ടിസ്റ്റ് ആണല്ലോ, ലെഗ് ഇഞ്ചർ ആയല്ലോ, അപ്പോൾ ഞാൻ പറയില്ല സർ, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു, ലാൻഡ് ചെയ്തപ്പോൾ പറ്റിയതാന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മൈ ഫെയിലിയർ. ഞാൻ ആ ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യണമെന്നാവും. കുട്ടികൾ എക്സാമിന് ഫെയിൽ ആവും. അവരുടെ അടുത്ത് ചോദിക്കുക, എന്തുകൊണ്ടാണ് +10 മാർക്ക് കുറഞ്ഞ്, എന്തുകൊണ്ടാണ് +2 മാർക്ക് കുറഞ്ഞ്? സർ, അമ്മൂമ്മക്ക് വയ്യായിരുന്നു, പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അന്ന് എനിക്ക് പനി എന്തോ ആയിപ്പോയി. ദാറ്റ് ഈസ് യുവർ ഫെയിലിയർ. യു ഹാവ് ടു ടെൽ സർ, ഐ ഗേവ് മൈ ബെസ്റ്റ് ആൻഡ് ദെൻ ഐ ഗോട്ട് ടു നോ ദാറ്റ് മച്ച് പെർസെൻറ്റേജ് പോരാ, അതിനുശേഷം എക്സ്ട്രാ എഫേർട്ട് വേണ്ടി വരും. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് എക്സ്പോഷർ. അത് ദാറ്റ് ഗേവ് മീ ആൻ ഇൻസൈറ്റ്. ആ രീതിയിൽ ട്രൈ ചെയ്യാന്നുള്ളതാണല്ലോ എപ്പോഴും കാര്യം. നമ്മൾ ഫെയിലിയർ മാത്രം നോക്കിയിരുന്നത് നമ്മൾ എവിടെ എത്തില്ല. പല ആളുകളും സക്സസ് ആയത് ഫെയിലിയർ നോക്കിയിരുന്നിട്ടല്ല, നോക്കിയിട്ട്. അതെ അത് എങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നത്, ഇതൊരു മൈൻഡ് സെറ്റ് ആണ്. ഫെയിലിയർ വരുമ്പോൾ അത് സെറ്റ് ബാക്ക് ആയിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളെയോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനെയും ഇത് ചെയ്യരുത്. യു ഫെയിൽഡ്, നോ പ്രോബ്ലം, യു ലേൺഡ് മോർ ദാൻ ദി വിന്നേഴ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവരുടെ ഒരു അച്ചീവ്മെന്റ് ആക്കുക. ഫെയിലിയർ ഒരു അച്ചീവ്മെന്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ they will want to fail again, so they will learn again. Okay. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കരാട്ടയുടെ കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വേണ്ട ഒരു കാര്യം തന്നെ, പലരും ഡാൻസ് പഠിക്കുന്നുണ്ട്, പാട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ ഒരു മാർഷൽ ആർട്സ് പഠിക്കുന്നത് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താ കൂടുതൽ പറയാനുള്ളത്? I am assistant chief instructor of World Okinawa Shorin-ryu Kyudokan. That is one of the styles of karate. കരാട്ടെ ബാക്കിയുള്ള എല്ലാ മാർഷൽ ആർട്സും ഇമ്പോർട്ടൻ്റ് ആണ്. കരാട്ടെ മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് പറയുന്നില്ല. യു ക്യാൻ സീ തൈക്വാണ്ടോ, കുൻഫു, ബാക്കിയെല്ലാം ഉണ്ട്. ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള എല്ലാ സ്പോർട്സും ഈസ് ആക്ച്വലി ബെനിഫിഷ്യൽ. അതിൻ്റെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പാരൻസിൻ്റെ അടുത്ത് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയേണ്ട കാര്യമില്ല, അത്രയും എക്സ്പോസ്ഡ് ആണ്. എന്തുകൊണ്ട് കരാട്ടെ എന്ന് ഞാൻ പറയുന്നത്, സ്പോർട്സിലുപരി ദാറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. കാരണം ഫിസിക്കൽ ഫിറ്റ്നസ്സിനെക്കാട്ടും കൂടുതൽ മെൻ്റൽ ഫിറ്റ്നസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ സൂയിസൈഡ്സ് ഉള്ള ഒരു സംസ്ഥാനമാണെന്ന് പറയുമ്പോൾ നമുക്ക് ഞെട്ടൽ തോന്നും. കാരണം അത്രയും സാക്ഷരതയുള്ള കുട്ടികളാണ്, ഇത്രയും ലിറ്ററസി അല്ലെങ്കിൽ ഇത്രയും വിവരമുള്ള കുട്ടികൾ എങ്ങനെ ഒരു ഇത്രയും അധികം സൂയിസൈഡ്സിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ഫെയിലിയേഴ്സ് ഇൻ ലൈഫ്. പെട്ടെന്ന് ലൈഫിലൊരു ഫെയിലിയർ വരുമ്പോൾ തളർന്നു പോകുന്ന കുട്ടികളാണ്. ഒരു കാലഘട്ടത്തിൽ ഇത്രയും കൂടി സ്ട്രോങ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും ഫെയിലിയർ വരുന്ന സമയത്ത് അവർ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കരാട്ടെ എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, മിക്ക ആൾക്കാരുടെയും മിസ്കൺസെപ്ഷൻ കരാട്ടയുള്ള ആൾക്കാർ കൂടുതൽ അഗ്രസീവാണ്, ഭയങ്കര ദേഷ്യത്തിലായിരിക്കും, അവരായിരിക്കും ആദ്യം ഇടിക്കുന്നത് എന്ന രീതിയിലാണ്. എ ട്രൂ മാർഷൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ കരാട്ടെ ട്രൂ ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ ഏറ്റവും ശാന്തരായിട്ടുള്ള ആൾക്കാരായിരിക്കും. അത് വെറുതെ പറയുന്നതല്ല. കരാട്ടെ ഒറിജിനേറ്റ് ചെയ്തത് ജപ്പാനിലത്തെ ഒക്കിനാവ എന്നൊരു ഐലൻഡിലാണ്. ജപ്പാൻ എന്നൊരു രാജ്യത്തെ കണ്ടാൽ മാത്രം മതി. ദേ ആർ ദ മോസ്റ്റ് ഡൗൺ ടു എർത്ത് ആൻഡ് ദ മോസ്റ്റ് സൈലന്റ്, കാം, സ്ട്രെസ് ഫ്രീ. എനിക്കോണം ഇക്കിഗായി എന്നൊരു ബുക്ക് ഉണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റി പറയുന്ന. ലോകത്തിൽ ഏറ്റവും കൂടുതൽ 100 കൊല്ലത്തിൽ കൂടുതൽ വയസ്സുള്ള ആൾക്കാർ താമസിക്കുന്നത് അവിടെയാണ്. അതിനുള്ള മെയിൻ ഇത് ദേ ആർ കംപ്ലീറ്റ്ലി സ്ട്രെസ് ഫ്രീ. അപ്പോൾ ഒരു ട്രൂ മാർഷൽ ആർട്ടിസ്റ്റ് ആയിരിക്കും ഏറ്റവും അവസാനം അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എ സെൽഫ് ഡിഫെൻസ് തിങ്. നമ്മൾ പഠിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ഡിസിപ്ലിനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുക, ഡോജോനെ റെസ്പെക്റ്റ് ചെയ്യുക, സിലബസിനെ റെസ്പെക്റ്റ് ചെയ്യുക, കൗണ്ടർ ബാക്കിയുള്ള കൂടെയുള്ള കൊളീഗ്സിന് അവരായിട്ട് കോർഡിനേറ്റ് ചെയ്യുക. അത്രയും കാം കമ്പോസ്ഡ് ആയിട്ട് നിങ്ങളുടെ ആങ്കർ മാത്രമല്ല നിങ്ങളുടെ പവർ വരെ കൺട്രോൾഡ് ആയിട്ട് ചെയ്യിപ്പിക്കാനാണ് മാർഷൽ ആർട്ടിസ്റ്റ് നോക്കുന്നത്. സോ കരാട്ടെ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം അത് തന്നെ. പക്ഷെ ഇപ്പം സിനിമകളിലായാലും പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഇത് തന്നെയാണ്. അതായത് നമ്മളിപ്പോ ഒരാളെ അടിക്കണം, അല്ലെങ്കിൽ കുറച്ച് കരാട്ടെ പഠിച്ചാലും മാർഷൽ ആർട്സ് പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആളെ അടിക്കാം എന്നുള്ള ഒരു, അല്ല ദാറ്റ് ഈസ് അതും വേണം. ഞാൻ ആദ്യം പറഞ്ഞത്
കുട്ടികളെ ഇത് ബെനിഫിഷ്യൽ ആക്കുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല, ഈ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഫോക്കസ്, അവരുടെ കോൺസെൻട്രേഷൻ, അവർക്ക് അവരുടെ എനർജി ഏതിലേക്ക് റീഡയറക്റ്റ് ചെയ്യണം എന്ന് ഏർലി ഓൺ സ്റ്റേജസ്, സോ ദാറ്റ് ദേ ഡോണ്ട് ഗോ ടു എനി അതർ അഡിക്ഷൻസ് ഇൻ ലൈഫ് ലൈക്ക് ഡ്രഗ്സോ ബാക്കി സ്മോക്കിങ്സോ. ഇതെല്ലാം ഹെൽത്ത് കോൺഷ്യസ് ആവും കുട്ടികൾ കുറച്ചുകൂടെ. കഴിക്കുന്നതെല്ലാം എൻ്റെ ബോഡീനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസിനെ ബാധിക്കും എന്നുള്ള രീതിയിൽ ഹെൽത്ത് കോൺഷ്യസ് ആവും. ദ സെക്കൻഡ് തിങ് ഈസ് ഇൻ പ്രസൻറ്റ് സൊസൈറ്റി ഗേൾസ് ഹാസ് ടു ലേൺ കരാട്ടെ എന്ന് മാത്രമല്ല എനി മാർഷൽ ആർട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ദർ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അവരുടെ ഡേറ്റ പ്രകാരം അപ്രോക്സിമേറ്റ്ലി 5 lakh കേസസ് ആണ് അറ്റാക്ക് അഗെയിൻസ്റ്റ് വുമൺ ഇന്ത്യയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന അത്രയും കേസസ് ആണെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെടാത്ത അതിൽ 3-4 ഇരട്ടി കേസസ് ഇന്ത്യയിലുണ്ട്. ആ കേസസ് നടക്കാൻ കാരണം അറ്റാക്ക് വരുമ്പോൾ സ്ത്രീകൾ പ്രതിരോധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ദേ ഡോണ്ട് റിയാക്ട്, അല്ലെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല, എനിക്ക് തിരിച്ചടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ആ ഒരു ബോധ്യം ഒരു കുട്ടിക്ക് കൊടുക്കുന്നത് ഇതുപോലത്തെ മാർഷൽ ആർട്സ്, ദാറ്റ് ഐ ക്യാൻ ഫൈറ്റ് ബാക്ക്. ഏതൊക്കെ പാർട്ടിൽ എത്ര പവർഫുൾ ആയിട്ടുള്ള ആളാണെങ്കിലും അയാൾക്കൊരു വീക്ക് പോയിന്റ് ഉണ്ടാവും, ലൈക്ക് അവർ സെൻസ് ഓർഗൻസ്, ഐസ്, നോസ്, ലിപ്സ്, ഇതൊക്കെ പെട്ടെന്ന് ബ്ലീഡിങ് നടക്കുന്ന ഏരിയാസാണ്. ഫേസിൽ ഈ പറഞ്ഞ 2 ഫിംഗർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരാളെ ബ്ലൈൻഡ് ചെയ്യിപ്പിക്കുക. അടിച്ച് വീഴ്ത്തണം എന്നല്ല നമ്മൾ പറയുന്നത്, ഒന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളൊന്ന് ബ്ലൈൻഡ് ആക്കി കഴിഞ്ഞാൽ ആ ടൈമിൽ യു ക്യാൻ പുഷ് ഓഫ് ഫ്രം ദാറ്റ് ഏരിയ. അപ്പോൾ ആ ഒരു ട്രെയിനിങ് ആണ് മെൻ്റലി ഫസ്റ്റ്. യെസ്, ഐ ക്യാൻ ഫൈറ്റ് ബാക്ക്, യു ഹാവ് ടു ലേൺ ടു സേ നോ. അത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തത്, നമ്മൾ ഫൈറ്റിങ്ങിന് എല്ലാവരും വളരെയധികം താഴ്ത്തി കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരാളായിട്ട് ഫൈറ്റ് ചെയ്യണമല്ലോ. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കുമിത്തെ എന്ന് പറയും, ഫൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരാളെ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എ വെരി ഫസ്റ്റ് ലെസൺ ദാറ്റ് യു ആർ റെഡി ടു ഫേസ് ആൻ പ്രോബ്ലം. നമ്മളെക്കാട്ടും ഹൈറ്റോ വെയിറ്റോ ഉള്ള ഒരാളായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ അയാളുടെ പഞ്ചോ കിക്കോ എന്താണെങ്കിലും ഞാൻ ഫേസ് ചെയ്യാൻ റെഡി ആണെന്ന് മെൻ്റലി ആ കുട്ടീനെ നമ്മൾ പഠിപ്പിക്കുക. ഇതേ സംഭവമാണ് നമ്മുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. എക്സാം ഫെയിലിയറോ ലവ് ഫെയിലിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഫെയിലിയർ ലൈഫിൽ നടക്കുമ്പോൾ യു ആർ റെഡി ടു ഫേസ് ഇറ്റ് നിന്ന് അന്നത്തെ ക്ലാസ് ഈ റിയൽ ലൈഫിൽ പ്രതിപാദിക്കും. സെൽഫ് ഡിഫെൻസിന് മാത്രമല്ല, ഫെയിലിയേഴ്സിനെ നമുക്ക് മറികടക്കാൻ കൂടിയിട്ടാണ്. യെസ്, സെൽഫ് ഡിഫെൻസ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദി പില്ലേഴ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. സെൽഫ് ഡിഫെൻസ്, ദെൻ ഇറ്റ്സ് കോൺസെൻട്രേഷൻ, ഫെയിലിയർ ഇത് ചെയ്യാനുള്ളതും, ദെൻ ദർ ആർ ലോട്ട് മോർ ഓഫ് തിങ്സ്. അത് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പോഡ്കാസ്റ്റ് അതിന് പുറകെ പോകും. അതല്ല, ഇപ്പൊ സ്ത്രീകളുടെ പ്രതിരോധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞല്ലോ. പലരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചാൽ തിരിച്ചെന്തെങ്കിലും വേറൊരു സമയം വരുന്ന സമയത്ത് തിരിച്ച് അറ്റാക്ക് വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. അത് എനിക്ക് തോന്നുന്നത് എല്ലാ ആണുങ്ങൾക്കും ഉണ്ടാവും. പക്ഷെ പ്രതിരോധിക്കാൻ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ ദേ ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദിസ്. അവർ ചോദിക്കേണ്ട സ്ഥലത്ത് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിപ്പോ പബ്ലിക്ലി ആണെങ്കിൽ അവർ ചോദിക്കുന്നുണ്ട്. പണ്ട് പ്രൈവറ്റ് ആയിട്ടായിരിക്കും അവർ കമന്റ് ബോക്സിലും ഇതിലിടുന്നത്. ദേ ഓൾ ഹാവ് എ പോഡ്കാസ്റ്റ് ചാനൽ ഓർ എപ്പോഴെങ്കിലും ലൈവിൽ വന്ന് അവർക്ക് അവരുടെ ഇത് കൊടുക്കുക. യു ആർ ഹാവിംഗ് ലോട്ട് ഓഫ് ഏജൻസീസ് ആൻഡ് പീപ്പിൾ ആർ മോർ കൺസിഡറേറ്റ് നൗ. നമ്മൾ തെറ്റായിട്ടൊന്നും പറയാതെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഫീൽ ദെൻ ആ ഒരു ഫിയർ നെക്സ്റ്റ് ജനറേഷനോടുകൂടെ പോവും. പീപ്പിൾ ആർ മോർ എക്സ്പോസ്ഡ്. ഇപ്പോൾ കുട്ടികൾ പുറത്തെ രാജ്യങ്ങളിലൊക്കെ പോയി വരുന്നതിൻ്റെ ഒരു എക്സ്പോഷർ നമ്മുടെ ലൈഫിൽ ഉണ്ട്. അപ്പോൾ പീപ്പിൾ ആർ നോട്ട്, ഐ തിങ്ക്, നോട്ട് ദാറ്റ് കൺസേൺഡ് ഇൻ ഷെയറിംഗ് ദെയർ ഇന്റർവ്യൂസ്. എനിക്ക് തോന്നുന്നു ഈ ഒരു തലമുറകളെക്കാളും കൂടുതൽ നമ്മുടെ മുൻ തലമുറകൾക്കായിരിക്കും കുറച്ചുകൂടി കോച്ചിങ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അവർക്കാണ് കുറച്ചൊരു ധൈര്യം, സ്ത്രീകൾക്ക് ധൈര്യം കുറവുള്ള അവസ്ഥകൾ വരാറുണ്ട്. ഞങ്ങള് വീട്ടമ്മമാർക്കും വീട്ടില്, കാരണം ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരെന്ന് ഞാൻ പറയുന്നത് വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ സാഹചര്യം വരുന്നത് വീട്ടമ്മമാർക്കാണ്. കാരണം ഭർത്താവും കുട്ടികളും ജോലിക്ക് പോകുന്നതിന് ശേഷം അങ്ങനെ ടാർഗറ്റ് ചെയ്ത് വരുന്ന റോബേഴ്സും ഉണ്ട്. അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ലൈക്ക് അവിടുത്തെ വീട്ടിലത്തെ ചെറിയ യൂട്ടൻസിൽസ് ആണെങ്കിലും ആ പ്രസൻസ് ഓഫ് മൈൻഡാണ് മെയിൻ വേണ്ടത്. കാരണം പെട്ടെന്നൊരു ഇഷ്യൂ വരുമ്പോൾ ഹൗ ടു ടാക്കിൾ ഇറ്റ്, പെട്ടെന്ന് സൈഡിലുള്ള ഏത് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്ത് എവിടെ ഞാൻ അറ്റാക്ക് ചെയ്യണം എന്ന പ്രസൻസ് ഓഫ് മൈൻഡാണ്. ആ ടൈമിൽ ഫ്രോസൺ ആയിട്ട് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്യൂന്. അവരെ വി ഡു പ്രൊവൈഡ് സെഷൻസ് ഫോർ ദം ഓൾസോ. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ നേവിയിൽ നിന്നൊരു മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ള ഒരു ലെവലിലോട്ട് എത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു? റിട്ടയർമെന്റിന് ശേഷം എൻ്റെ കോളേജിൽ SNMIMT മാലിയങ്കരിയിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഒരു ഗസ്റ്റ് സ്പീക്കറായിട്ട് പോയായിരുന്നു. അപ്പോൾ മോട്ടിവേഷൻ സ്പീക്കർ ആവണം എന്നൊരു ഇൻറ്റൻഷനൊന്നും മൈൻഡിലില്ല ആ ടൈമിൽ. അപ്പോൾ ഫസ്റ്റ് ഒരു ഗസ്റ്റ് ലെക്ചറായിട്ട് പോയി. ആ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു വെൽ വിഷർ ആൻഡ് ടീച്ചർ ഉണ്ട്. ആ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, സെഷൻ വാസ് വെരി നൈസ്, പക്ഷേ ഇത് നീ നേവിയിലായതുകൊണ്ട് അല്ലെങ്കിൽ ഡിഫൻസ് ഫോഴ്സിലായതുകൊണ്ട് നിനക്ക് കുറച്ച് ഇൻസൈറ്റ്സ് കിട്ടി. അത് നീ നിൻ്റെ ജൂനിയേഴ്സിനോട് പകർത്തി കൊടുത്തു, അവരുടെ അടുത്ത് ഷെയർ ചെയ്തു. അത് കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ളൊരു ഓഡിയൻസിലേക്ക് പോകണം. എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി ഇപ്പോഴത്തെ ജെൻസി അവർ കോർപ്പറേറ്റ് ലൈഫിൽ കയറുമ്പോൾ കുറച്ച് മിസ്മാച്ച് ഉണ്ട്. കാരണം മാനേജീരിയൽ ലെവലിൽ നിൽക്കുന്നത് 80s 90s
ഉള്ള മാനേജേഴ്സും ഇപ്പോഴത്തെ പ്രസന്റ് ജനറേഷൻ തമ്മിലൊരു സിങ്ക് വരുന്നുണ്ടായിരുന്നില്ല. കാരണം അവരുടെ പാറ്റേൺ ഡിഫറെൻറ്റാണ്. അപ്പോൾ ഈ കുട്ടികളുടെ അടുത്ത് മാക്സിമം ഈ ഓറിയന്റേഷൻ സെഷൻസ് എത്തണം എന്ന രീതിയിൽ മാം ഇങ്ങനെ ഫോർകാസ്റ്റ് ചെയ്തപ്പോഴും ഞാനും വിചാരിച്ചു ശരിയാണ്. കാരണം എല്ലാവർക്കും ഡിഫൻസിലത്തെ ട്രെയിനിങ് കിട്ടണം എന്നില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം എല്ലാ കുട്ടികൾക്കും കിട്ടണമെന്നില്ല. ദ ബെയർ മിനിമം ഐ ക്യാൻ ഡു, ഞങ്ങൾ വി ആർ ടോട്ട് ടു ഡു സോഷ്യൽ സർവീസ്. അപ്പോൾ ദ ബെയർ മിനിമം ഐ ക്യാൻ ഡു ഈസ് ഇമ്പാർട്ട് മൈ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കാവുന്ന രീതിയിൽ ഞാൻ പ്രൈവറ്റ് സ്കൂൾസിലും കോളേജസിലും ഈവൻ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഐ ടേക്ക് സെഷൻ സോ ദാറ്റ് ഇറ്റ് ബെനിഫിറ്റ്സ് ദം. അങ്ങനെയാണ് ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന രീതിയിൽ ഇപ്പോൾ അറ്റ് പ്രസന്റ് എത്തി നിൽക്കുന്നത്. ആദ്യമായിട്ട് ഈ ഒരു മേഖലയിൽ നിന്ന് ഇന്ത്യൻ നേവിയിൽ നിന്ന് വരുമ്പോൾ ഒരു മോട്ടിവേഷൻ സ്പീക്കിങ്ങിലോട്ട് വരുമ്പോൾ പല ആളുകൾക്കും പല കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. പല കാര്യങ്ങളും നമ്മൾ പറയുന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊന്ന് ചിന്തിക്കേണ്ടി വരും. അപ്പൊ ആ സ്റ്റാർട്ടിങ് സമയത്ത് എന്തെങ്കിലും ഒരു ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടാവും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മേഖലയിൽ വന്ന സമയത്ത്? എനിക്ക് ബാക്കിയുള്ള നമ്മൾ കുറെ മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാംസിലും എല്ലാവരും ഉണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടില്ല. കാരണം ഐ ഫീൽ ഞാൻ ഡിഫൻസ് റിലേറ്റഡ് ആയതുകൊണ്ടാണ്. കാരണം ഞാൻ വെറുതെ പോയി ഉപദേശം കൊടുക്കുന്ന ഒരാളാണെന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇത്രയും അക്സെപ്റ്റൻസ് കിട്ടില്ലായിരിക്കാം. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. കാരണം നമ്മൾ ഇൻസ്റ്റയിലും ഇതിലും അല്ലെങ്കിൽ ബുക്സിലും വായിക്കുന്ന സാധനം തന്നെ ഒരാൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഡിഫൻസിന്റെ ഉള്ളിലുള്ള കഥകൾ കേൾക്കാൻ ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമാണ്. കാരണം എവറി സ്റ്റോറി ഹാസ് എ മോറൽ ആൻഡ് എവറി സ്റ്റോറി ആക്ച്വലി മോട്ടിവേറ്റ്സ് ദം and they are real life incidents also. ഒരു ഇന്ത്യൻ നേവിയിൽ നിന്നൊരു മോട്ടിവേഷൻ സ്പീക്കിങ്ങിലേക്ക് വരാനുള്ള ഒരു കാരണം നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളിപ്പോ ഒരു ആള് ഇപ്പൊ ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടി പലർക്കും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ പല ഉപദേശങ്ങളാവാം അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാവാം, എല്ലാവരും പറയുമ്പോൾ ഒരു തരത്തിലൊന്ന് ചിന്തിക്കും. നമ്മൾ ചിന്തിച്ചതിന് ശേഷം പല കാര്യങ്ങളും പറയാറുള്ളൂ, അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു സ്റ്റാർട്ടിങ് വന്ന സമയത്ത് എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. കാരണം എവിടെ പോയാലും നല്ലൊരു രീതിയിലാണ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തത്. അതിനുള്ളൊരു മെയിൻ കാരണം ഞാൻ ഡിഫൻസ് ഓഫീസറാണ് എന്നത് തന്നെ. കാരണം നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇഷ്ടംപോലെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെയും വീഡിയോസിൻ്റെയും ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോഴും നമുക്കൊരു ഇമ്പാക്റ്റ് തോന്നില്ല. കാരണം ബുക്കിൽ കാണുന്നതോ അല്ല എല്ലാവരും പറഞ്ഞു കേട്ട സാധനം വേറൊരാൾ പറയുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ബട്ട് വെൻ ഐ ഗോ ഒരു ഡിഫൻസ് ഓഫീസർ അവരുടെ റിയൽ ലൈഫ് ഇൻസിഡൻസ് ഷെയർ ചെയ്യാൻ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ മൂവീസിലാണെങ്കിൽ ഒരു ഡിഫൻസ് മൂവി വരുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി വരും. അത് റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനും കൂടെ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ പീപ്പിൾ വാണ്ട് ടു വാച്ച് ഇറ്റ് മോർ. അപ്പോൾ ഞാൻ ആ ഒരു ഇൻസിഡൻസ് എൻ്റെ പ്രസൻറ്റേഷൻസും ഇതെല്ലാം റിയൽ ലൈഫ് സ്റ്റോറീസിൽ നിന്ന് ഇംബൈബ് ചെയ്തിട്ടുള്ള സെഷനാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ സ്വീകാര്യത എല്ലാ സ്ഥലത്തും കിട്ടിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ മെയിൻ റീസൺ. ഐ എം ബ്ലെസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ്. അല്ല, പല ആളുകൾക്കും പല കാര്യങ്ങളും അറിയണം. ലൈഫിൽ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം. നല്ല കാര്യങ്ങൾ നമുക്ക് ഫെയിലിയർ ഉണ്ടാവാതെ എങ്ങനെ നമുക്ക് ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്. പല ആളുകൾക്ക് ഇപ്പൊ ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ നേവി എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. അത് നമ്മുടെ പാരന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, വൈഫായിരിക്കാം, കുട്ടികളായിരിക്കാം, എല്ലാവർക്കും ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. അങ്ങനെ സ്വന്തമായിട്ട് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, ആ ഒരു സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു പ്രൗഡ് മൊമെന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു? 10 years ആണ് ഞാൻ നേവിയിൽ ഉണ്ടായത്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം. നമുക്ക് പ്രൗഡിനെക്കാട്ടും കൂടുതൽ നമ്മൾ സേവിക്കാൻ വേണ്ടി ഇറങ്ങിയ ആൾക്കാർ 2018 ഫ്ലഡ്സിൻ്റെ ടൈമിൽ. അപ്പോൾ ഡിഫൻസിൽ ആയതുകൊണ്ട് പല സ്ഥലത്തായിരുന്നു പോസ്റ്റഡ്. ഞാൻ മുംബൈയിലുണ്ടായിരുന്നു, ജാംനഗർ ഉണ്ടായിരുന്നു, ഡൽഹിയിലുണ്ടായിരുന്നു, വിശാഖപട്ടണത്തുണ്ടായിരുന്നു. കേരളത്തിൽ എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ സേവിക്കേണ്ടത് പൊതുവെ പറയുന്നത് വീട്ടുകാരെയാണ്, അത് കഴിഞ്ഞ് നാട്ടുകാരെയാണ്, അത് കഴിഞ്ഞ് നമ്മുടെ ഫുൾ ബാക്കിയുള്ള ഔട്ടർ സർക്കിൾസ് അങ്ങനെയുള്ള വരുന്നത്. നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഇത് വീണ്ടും നാട്ടുകാരാണ്. കാരണം ചെറുപ്പം മുതൽ നമ്മൾ വളർന്ന് ജീവിച്ച സാഹചര്യവും നമ്മുടെ കൂട്ടുകാരൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് മനസ്സിലിങ്ങനെ ആലോചിക്കുക, ഞാൻ ഡിഫൻസ് പേഴ്സണലാണ്. ഞാൻ മുംബൈയിലും ഇന്ത്യക്ക് വേണ്ടി പല ഓപ്പറേഷൻസിലും ഇതിലാണെങ്കിലും നമ്മൾ കോപ്പറേറ്റ് ചെയ്യുമ്പോഴും നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ള ബ്ലഡ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി എന്തെങ്കിലും എപ്പോഴെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അൺഫോർച്ചുനേറ്റ്ലി ഈ പറഞ്ഞ ഗുഡ് ഇൻസിഡൻ്റ് ആണെങ്കിലും കേരളത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ വർഷമാണ് 2018 ഫ്ലഡ്സിൻ്റെ ടൈമിൽ ഞാൻ കൊച്ചിയിലില്ല. പക്ഷേ ആ ടൈമിൽ ഞാൻ ലീവിൽ വരികയുണ്ടായി. ലീവിൽ വന്നതിന് ശേഷം തിരിച്ച് ഡൽഹിയിലായിരുന്നു ഞാൻ ആ ടൈമിൽ. തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാനിവിടെ സ്റ്റക്കായപ്പോൾ എനിക്ക് കൊച്ചി നാവിക സേനയുടെ കൂടെ, കൊച്ചി നേവി ബേസിൻ്റെ ടീമിൻ്റെ കൂടെ ഓപ്പറേഷൻസിൽ എൻ്റെ സ്വന്തം നാട്ടായിട്ടുള്ള ആലുവയിൽ
തോട്ടക്കാട്ടരയിൽ എനിക്ക് ഓപ്പറേഷൻസിന് ഇറങ്ങാൻ പറ്റി. അപ്പോൾ എനിക്ക് അറിയാവുന്ന, എനിക്ക് പരിചയമുള്ള ആൾക്കാരെ എനിക്ക് അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്യാനും അവിടെ സഹായിക്കാനും ആ ഏരിയയിൽ ഓപ്പറേഷൻസ് എനിക്ക് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് അന്ന് കേരളത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരും ഓപ്പറേഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഡിഫൻസിലായതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ചെയ്യാൻ പറ്റി. കാരണം ഫ്ലഡിൻ്റെ ടൈമിൽ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ അവിടെ വന്ന് ഓപ്പറേഷൻസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം വഴി അറിയില്ല. ഞങ്ങളുടെ ഏരിയ ഫുൾ ഫ്ലഡഡാ. അവിടെ വഴിയുണ്ടോ, ഗേറ്റ് ഉണ്ടോ, വീടുകളിലേക്ക് പോകുന്ന സബ് റോഡ്സ്, നമ്മുടെ റിജിഡ് ഇൻഫ്ലേമബിൾ ബോട്ട്സ് എന്ന് പറഞ്ഞാൽ റിബ് ബോട്ട്സ് ആയിരുന്നു ആ ഫ്രണ്ടില് ബ്ലാഡർ ഇട്ടിട്ടുള്ളത്. അത് നമ്മുടെ എല്ലാ ഗേറ്റ്സും കൂർത്ത് ഇരിക്കുന്ന ആ ഒരു രീതിയിലാണല്ലോ എല്ലാവരുടെയും ഗേറ്റ്സ്. അവിടെ പോയി കഴിഞ്ഞാൽ ഡാമേജ് ആവും. അപ്പൊ താഴെയാണ് ഈ ഗേറ്റ്സ് ഉള്ളത്. അപ്പൊ അറിയില്ല. അപ്പൊ നമ്മുടെ നേവൽ പേഴ്സണൽസ് പോകുമ്പോഴും ഇങ്ങനത്തെ ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യണ്ടായിരുന്നു. അപ്പൊ അവിടെ ലോക്കൽ ആയിട്ടുള്ള ഒരാൾ വേണമായിരുന്നു. ലോക്കൽ ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ ഹു ക്യാൻ ഗൈഡ് ദം. എനിക്ക് തോന്നുന്നു ലോക്കലായിട്ടാവുമ്പോ അവിടെയുള്ള സ്ഥലങ്ങളെ അറിയാം. അപ്പൊ വെള്ളമാണെങ്കിലും എനിക്കറിയാം ഏത് ഇടവഴി കൂടിയാണ്, ഇവിടെ ഗേറ്റ് ഉണ്ടോ, ഒരാൾ സ്റ്റക്ക് ആണെന്ന് പറഞ്ഞാൽ അയാൾ ഫോൺ വിളിക്കുമ്പോൾ അയാളിപ്പോൾ വിളിച്ചു പറയണ ഞാൻ വളഞ്ഞമ്പലം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോകുമ്പോഴാണ്. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ആണ് സംസാരിക്കണമെന്നെങ്കിൽ അയാൾക്ക് മനസ്സിലാവില്ല ഇത് എവിടെയാ സ്ഥലം എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു അംഗൻവാടിയിലാന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ആ അംഗൻവാടി എവിടെയാണ്. ആ ഒരു ടൈമിൽ ദൈവം സഹായിച്ച് എനിക്ക് നാട്ടിലുണ്ടാവാൻ പറ്റി. ദാറ്റ് വാസ് എ വെരി പ്രൗഡ് മൊമെന്റ്. ഐ കുഡ് ആക്ച്വലി റെസ്ക്യൂ. നമ്പേഴ്സ് ഞാൻ പറയുന്നില്ല, പക്ഷേ എനോർമസ് എഫേർട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ദാറ്റ് ഈസ് ദ മോസ്റ്റ് പ്രൗഡ് മൊമെന്റ് ഐ സ്റ്റിൽ ഹാവ് ഇൻ മൈ ലൈഫ്. അല്ല, ഞങ്ങൾക്കും അതൊരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തായിരുന്നു ആ ടൈമില്. ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും. എനിക്ക് തോന്നുന്നു ആ ടൈമില് ഞാനത് പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു അത്ഭുതമായിരുന്നു ആ ടൈമിൽ. കാരണം ഞാൻ റിബിൽ എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ്. നമ്മളെല്ലാവരും സെൽഫിഷാണ് മനുഷ്യർ. അതങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും വന്നാൽ ആദ്യം നമ്മളെ രക്ഷിക്കാൻ നോക്കും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കാൻ നോക്കും. ഞാൻ റിബ് ബോട്ട്സിൽ ആളെ റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പോൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും പറയും, സാറേ എൻ്റെ കയ്യിൽ ഭക്ഷണമുണ്ട്, ഒരു ദിവസം കൂടെ നിൽക്കാം, അപ്പുറത്ത് ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. ആ സമയത്ത് we will feel proud that we were born in this God's own country. അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇൻസിഡൻസസ് ഉണ്ട്. എന്നെ രക്ഷിക്കണ്ട, ഞാൻ ഇവിടെ നിന്നോളാം, അപ്പുറത്ത് എന്നെക്കാട്ടും ആവശ്യമുള്ള പ്രായമുള്ള ഒരാളുണ്ട്. അങ്ങനെ പറയാനുള്ള ഒരു മനസ്സ്, അത് കേൾക്കാൻ പറ്റി. ആ ഒരു ഓപ്പറേഷൻസിൽ ഇറങ്ങാൻ പറ്റി എന്നുള്ളത് തന്നെ ഇപ്പോഴും എനിക്കിപ്പോൾ പറയുമ്പോഴും ഗൂസ് ബംസ് വരുന്ന എനിക്ക് പറയുമ്പോൾ അതിന്റെ ഒരു പ്രൗഡ് മൊമെന്റ് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലഡിന്റെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവദൂതരെ പോലെയായിരുന്നു പല ആളുകളും. നേവി ആയാലും ആർമി ആയാലും, ഇപ്പൊ നേരത്തെ പൊളിറ്റീഷ്യൻസിന്റെ കാര്യം പറഞ്ഞു, ജാതിഭേദമന്യേ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു സമയമായിരുന്നു. അപ്പൊ അത് നമ്മൾ രക്ഷിച്ചു, നമ്മളെ ഈ രാജ്യത്തെ രക്ഷിച്ചു എന്നുള്ളത് പറയുന്നത് ഏറ്റവും വലിയ, നിങ്ങൾ അതിലൊരു ഭാഗമായി എന്ന് പറഞ്ഞാൽ അത്ര ഒരു പ്രൗഡ് ആയിട്ടുള്ള കാര്യം. താങ്ക് യു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ ഇപ്പോഴും കൊണ്ടെടുക്കുന്നത് അത് ആ ബേസിസിലാണ് പേര് ജീവൻ രക്ഷാപഥക്കിന് വേണ്ടി റെക്കമെൻഡഡ് ആയതും ഫോർവേഡ് ആയതും. അതെ. അവസാനമായിട്ട് എനിക്കൊരു ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോഴത്തെ ഒരു യുവതലമുറ അല്ലെങ്കിൽ കുട്ടികളാവാം, ഈ യുവതലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം, ഉപദേശം ഞാൻ പറയാം. ഇതുവരെ ഞാൻ പറഞ്ഞത് എല്ലാ നിർദ്ദേശങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ മെയിൻ ആയിട്ട് എനിക്ക് ഇപ്പോഴത്തെ ജനറേഷനോട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉണ്ട്, ഇപ്പോഴത്തെ ജെൻസീസിനോട്. കാരണം ദേ ഹാവ് ലോട്ട് ഓഫ് ക്രിയേറ്റീവ് ഐഡിയാസ്. പിന്നെ അവർ നിൽക്കുന്നത് ഭയങ്കര ഡേറ്റ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ്. AI, റോബോട്ടിക്സ്, ChatGPT എല്ലാം ഉള്ള ഒരു സ്ഥലത്താണ്. ഞാൻ കോമൺ ആയിട്ട് എനിക്ക് അടുപ്പുള്ള ആൾക്കാരോട് പറയുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്. ഞാനും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു. എനിക്ക് ഇഷ്ടംപോലെ പണിഷ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട്. ആർമി പണിഷ്മെന്റ്സ് ഒക്കെ ഓർമ്മയുണ്ടോ? ആർമി പണിഷ്മെന്റ്സ് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് എന്താണ്? എന്താ വരുന്നത്? മറ്റേ ഓട്ടം എന്നാണ് എപ്പോഴും കാണുന്നത്. ആ റൗണ്ടിൽ ഓടുമ്പോ ഒരു സാധനം കൂടി ചെയ്യണ്ടോ? കറക്റ്റ്, എക്സാക്ട്ലി. അതാണ് ആർമി പണിഷ്മെന്റ്സ്. ഓക്കെ, സോ യു ആർ ക്യാരിങ് എ റൈഫിൾ ആൻഡ് യു ആർ സപ്പോസ് ടു റൺ. അപ്പൊ അതിന്റെ റെസ്ട്രിക്ഷൻസ് എന്നാണ് പറയുന്നത്, പണിഷ്മെന്റ്സ്, റെസ്ട്രിക്ഷൻസ്. അപ്പൊ എന്റെ ടൈമിൽ എനിക്ക് 25 റെസ്ട്രിക്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് പല റീസൺസിനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ റെസ്ട്രിക്ഷൻസ് ഓടി തീർക്കണം. തീർത്ത് കഴിഞ്ഞാലേ പാസ് ഔട്ട് ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാ. 5 കിലോമീറ്റർ ഓടണം, നട്ടുച്ചക്കാണ് 12 മണിക്ക്. ഈ റൈഫില് പൊക്കി പിടിച്ച് 5 കിലോമീറ്റർ നമ്മൾ ഫുൾ സർക്കിളിൽ ഓടി തിരിച്ചെത്തുമ്പോൾ 20 വെട്ടി 19 ആവും, പിന്നെ 18 ആവും. അങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നത്. എനിക്കത് ഫിനിഷ് ചെയ്യാൻ 2 മാസത്തിനുള്ളിൽ തീർക്കണമായിരുന്നു. അപ്പൊ ഞാനവിടെ എത്തും, ഒരു 10, 20, 25 പേരുണ്ടാവും. ഈ കറക്റ്റ് റൂട്ട്, ഷോർട്ട് കട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. വെൻ യു സ്റ്റാർട്ട് റണ്ണിങ് ദർ ഇസ് ആൻ ആംബുലൻസ് ബിഹൈൻഡ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും റൂട്ട് തെറ്റിക്കുന്നുണ്ടോ, പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഫസ്റ്റ് ഞാനവിടെ എത്തി, എല്ലാവരും ഉണ്ട്. ഈ 5 കിലോമീറ്റർ അരമണിക്കൂറിൽ തീർക്കുകയും വേണം. അതാണ് അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇൻസിഡൻറ്റ്. അപ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഐ ആം ഓൾസോ സ്റ്റാർട്ടിങ്. ഞാൻ ഐ എം നോട്ട് എ ഗുഡ് റണ്ണർ. ഉസൈൻ ബോൾട്ട് പോലെ ഞാൻ സ്പ്രിൻ്റ് ഒന്നും ചെയ്യില്ല, നോർമൽ പേസിൽ ഓടും.
ഞാൻ കഷ്ടപ്പെട്ട് ഐ എം ഗിവിങ് മൈ ബെസ്റ്റ്, പക്ഷെ ഞാൻ തിരിച്ചെത്തുമ്പോൾ അരമണിക്കൂറിൽ തിരിച്ചെത്താൻ പറ്റുന്നില്ല. അങ്ങനെ 10 വട്ടം ഞാൻ ട്രൈ ചെയ്തപ്പോഴും ഒരു വട്ടം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അധികം ദിവസം ബാക്കിയില്ല. പിറ്റേ ദിവസം ഞാൻ എത്തി, ഞാൻ വീണ്ടും 12 മണിക്ക് അവരൊരു ചീഫ് സാബ് ഉണ്ട്, സ്റ്റോപ്പ് വാച്ച് ആയിട്ട് 12 മണിക്ക് തുടങ്ങും, 12:30 ഓടി എത്തണം. ഇതാണ് റെസ്ട്രിക്ഷൻ. ബാക്ക്ഗ്രൗണ്ട് കിട്ടിയില്ലേ? അപ്പൊ ഞാൻ അവിടെ എത്തി, എനിക്ക് 20 എണ്ണം തീർക്കാനുണ്ട്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഐ എം അഗെയിൻ ഗിവിങ് മൈ ബെസ്റ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മുട്ടൊക്കെ വേനെടുക്കുന്നു. ഞാൻ ബാക്കിൽ നിന്ന് ഞാനിങ്ങനെ നിന്നപ്പോൾ ഫ്രണ്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് വീണു, കാല് തെറ്റി വീണായിരുന്നു. അപ്പം ഞാൻ അവനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് സൈഡിൽ പോയി, എൻ്റെ കയ്യിൽ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട്, എടാ അസിസ്റ്റ് ചെയ്തപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയണ്ട, എടാ നീ പോയിക്കോ, നിന്റെ ടൈം കളയണ്ട. അപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി എന്തായാലും ഞാൻ ലേറ്റ് ആണ്, കുഴപ്പമില്ല, ഞാൻ നിന്നെ അസിസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും പോയി. ആംബുലൻസ് വന്നപ്പോൾ പുള്ളീനെ മാത്രമേ കയറ്റിയുള്ളൂ, കാരണം പുള്ളിയാണല്ലോ എൻജോർ ആയത്. പുള്ളീനെ മാത്രം കയറ്റിയിട്ട് ഞാൻ നടന്ന് എത്തിയപ്പോൾ നന്നായിട്ട് വൈകി, 1 മണിക്കൂർ എന്തോ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചീഫ് സാബ് ഇങ്ങനെ ചോദിച്ചു, അൻസാരി എന്ത് പറ്റി, ഭയങ്കരമായിട്ട് വൈകിയല്ലോ? അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എൻ്റെ ഫ്രണ്ട് വീണപ്പോൾ ഞാൻ അവനെ അസിസ്റ്റ് ചെയ്തതാന്ന് പറഞ്ഞു. അപ്പോൾ ആംബുലൻസ് ഡ്രൈവർ ഉണ്ട് അവിടെ. അപ്പോൾ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു ആ സർ ഇവൻ ഹെൽപ്പ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചീഫ് സാബ് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്റെ ഒരു റെസ്ട്രിക്ഷൻ ഞാൻ ഇന്ന് കുറയ്ക്കാം, വെട്ടിക്കളയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നൗ ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. നെക്സ്റ്റ് ഡേ ഞാൻ റെസ്ട്രിക്ഷന് ഇവിടെ വന്ന് റെസ്ട്രിക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും ഓടുമ്പോൾ ഞാൻ ബാക്കിൽ ഓടുക, ആരെങ്കിലും ഒന്ന് വീണെങ്കിലോ എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇറ്റ് ഈസ് എ ഡെവലിഷ് തോട്ട്. പക്ഷെ ആ സമയത്ത് വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പം ഞാനിങ്ങനെ നോക്കുക, ആരെങ്കിലും വീണാൽ എനിക്ക് ആ സെയിം പരിപാടി ചെയ്യുക, റെസ്ട്രിക്ഷൻ കുറയാം. പക്ഷെ അന്ന് ആരും വീണില്ല. പിന്നെ ഗേൾസും ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഞാൻ സ്റ്റാർട്ടഡ് മോട്ടിവേറ്റിംഗ് ദ ഗേൾസിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട്, ഇന്ന് ഓടാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇന്ന് റെസ്റ്റ് എടുക്കാം, നമുക്ക് നാളത്തേക്ക് ആക്കാന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് എങ്ങനെ ഒരു ഗേളിനെ ഞാൻ കൺവിൻസ് ചെയ്യിപ്പിച്ച് അവിടെ ഇരുത്തി. അപ്പൊ ഷീ ഈസ് ടെല്ലിങ് മീ, അൻസാരി നീ പൊക്കോ, നിന്റെ ടൈം പോകും. പിന്നെ ഞാൻ പറയില്ല കുഴപ്പമില്ല, ഐ വിൽ സ്റ്റേ എന്നുള്ള രീതിയിൽ വീണ്ടും സെയിം കഥ. ആംബുലൻസ് വരുന്നു, ഈ ഗേളിനെ കയറ്റി നിർത്തുന്നു. ഞാൻ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് നടന്നെത്തിയപ്പോൾ ചീഫ് സാബ് മാറും, റോസ്റ്ററാണ്, വേറെ ടീച്ചറാവും. അപ്പോൾ വേറെ ടീച്ചർ അൻസാരി വാട്ട് ഹാപ്പൻ? അപ്പോൾ ഞാൻ പറഞ്ഞു സർ ഷീ വാസ് അൺവെൽ, ഞാൻ ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു. അപ്പോഴേ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു ആ സർ ഇവനുണ്ടായിരുന്നു. എൻ്റെ 20 റെസ്ട്രിക്ഷൻ ഞാൻ അങ്ങനെ ഫിനിഷ് ചെയ്തു. യു നോ ലോങ്ങർ റിക്വയർ ഹാർഡ് വർക്ക് ഇൻ ലൈഫ്. നമ്മളെ എല്ലാരെയും പറഞ്ഞു പഠിപ്പിച്ച ഏറ്റവും ഒരു കോമൺ സ്റ്റോറി ഉണ്ട്, ഏതിന്റെ ആമയുടെയും മുയലിന്റെയും കഥയുണ്ട്. ഏറ്റവും കഷ്ടപ്പെട്ട് ഒരറ്റത്തിൽ നിന്ന് ആമ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് അറ്റത്ത് എത്തി കഴിഞ്ഞ ഒരു കഥ. അതിൽ ഹീറോ ടോട്ടോയ്സ് അല്ല, നമ്മൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നതാ, ആമേനെ പോലെ ആവണം. നാളെ നമുക്ക് കമ്പനിയിൽ ഒരു ആവശ്യമുള്ളപ്പോ പെട്ടെന്ന് ജോലി തീർക്കാനായിട്ട് നമ്മൾ ആമേനെ എടുക്കോ മുയലിനെ എടുക്കോ? അങ്ങനെ വിചാരിച്ചാൽ മതി. കാരണം കഴിവിലാണ് കാര്യം. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഹാർഡ് വർക്ക്. നോ വൺ വാണ്ട്സ് പീപ്പിൾ ഹു ആർ വർക്കിംഗ് ലൈക്ക് ഡോങ്കീസ് ഫ്രം 9 to 5 o'clock. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് എത്രയും AI ChatGPT ഉള്ള ടൈമിൽ നിങ്ങളുടെ വർക്ക് എത്രയും കുറവ് ടൈമിൽ തീർക്കാൻ പറ്റുന്നോ, ദാറ്റ് ഈസ് വെയർ യു ബിക്കം എക്സ്ട്രാordinary. ഐ വാണ്ട് ദ പ്രസന്റ് ജനറേഷൻ ടു ഐഡന്റിഫൈ ദാറ്റ്. അവര് നമ്മുടെ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്, ഒരു പണി തരുമ്പോൾ അപ്പം തന്നെ യു വിൽ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഇറ്റ്. അതെങ്ങനെ ഏറ്റവും കുറവ് ടൈമിൽ തീർക്കാം. എബ്രഹാം ലിങ്കൻ പറഞ്ഞ ഒരു കോട്ട് ഉണ്ടായിരുന്നു, ഇഫ് യു ഗിവ് മീ 6 hours to chop a tree, I will use first 4 hours sharpening the knife. എന്നിട്ട് 2 hours ഞാൻ വർക്ക് ചെയ്യുള്ളൂ, ബാക്കി ആദ്യത്തെ 4 മണിക്കൂർ ഞാൻ എൻ്റെ സ്കിൽസ് ഷാർപ്പ് ചെയ്യാൻ നോക്കും. ദാറ്റ് ഈസ് എക്സാക്ട്ലി തിങ് ഐ വാണ്ട് ടു ഡു. നിങ്ങൾ ഈ 9 to 5 ജോബിൻ്റെ ഇടയിൽ എത്രയും കുറവ് ടൈമിൽ നിങ്ങൾ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നു, ബാക്കി ടൈം നിങ്ങളുടെ ലൈഫ് ബാലൻസ്, വർക്ക് ലൈഫ് ബാലൻസ്, നിങ്ങളുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസിന് കിട്ടും. അതില്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്കിംഗ് എന്നുള്ള ഇത് മൈൻഡ് സെറ്റിൽ പോകുമ്പോഴാണ് വർക്ക് പ്രഷർ, ലൈഫും ഇതെല്ലാം വേറൊരു രീതിയിൽ. അതുകൊണ്ടാണ് പീപ്പിൾ വാണ്ട് ടു മൈഗ്രേറ്റ് ഔട്ട് സൈഡ്. കാരണം വർക്ക് ലൈഫ് ബാലൻസ് പുറത്തുണ്ട്. പീപ്പിൾ ഡോണ്ട് വാണ്ട് പീപ്പിൾ ഹു ആർ ആക്ച്വലി വർക്കിംഗ് ഫോർ ലോങ് അവേഴ്സ്. കുറച്ച് നേരത്തേക്ക് മതി. ആ രീതിയിൽ ഇപ്പൊ കുറച്ചു നേരം മുമ്പ് പറഞ്ഞൊരു കാര്യം ശരിക്കും പറയാം, സെൽഫിഷ് അല്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്. അതായത് വേറെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കാണിച്ചത് ഒരു ഇന്ത്യൻ നേവിക്ക് വേണ്ട ഒരു ഗുണം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ സെലക്ട് ആയത്. അത് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ദേർ. അത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ദേർ. പിന്നെ ഡിഫൻസിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്, ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് എന്ന് പറയും. ആ ക്വാളിറ്റീസ് റെസ്പോൺസിബിലിറ്റി, പങ്ക്ച്വാലിറ്റി, അങ്ങനത്തെ ഒരു 10-17 ക്വാളിറ്റീസ് ഉണ്ട്. അതിനെക്കാട്ടും ഏറ്റവും വലുതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വട്ടം ഡിഫൻസിൽ ജോയിൻ ചെയ്യണ ഒരു ഇന്റർവ്യൂ പ്രൊസീജിയർ ഉണ്ട്, SSB എന്ന് പറഞ്ഞത്. അതൊരു വട്ടം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അതൊരു ലൈഫ് ലെസനാണ്. അതിൽ ഡിഫൻസിൽ കയറോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമത്തെ ചോയ്സ്. പക്ഷേ ലൈഫിൽ ഒരു വട്ടം SSB ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അതൊരു ഭയങ്കര ഐ ഓപ്പണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും കസിൻസിനോടൊക്കെ പറയുന്ന ഒരു കാര്യം. കാരണം ഗവൺമെന്റ് ആക്ച്വലി ഗിവ്സ് യു എക്സ്പെൻസ് ഫോർ ദിസ് ഇന്റർവ്യൂ. ഇപ്പം നിങ്ങൾക്ക് വിശാഖപട്ടണത്താണെങ്കിൽ അവിടെ വരെ ട്രാവൽ ചെയ്ത് തിരിച്ചു വരാനുള്ള എക്സ്പെൻസ് ഗവൺമെന്റ് ഓൾറെഡി തരുന്നുണ്ട്. അപ്പോൾ യു ഹാവ് ടു എക്സ്പീരിയൻസ്. നമ്മുടെ ഈ പറഞ്ഞ ഒരു
ട്രിപ്പ് പോലെ നിങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ വെക്കണം എല്ലാ കുട്ടികളും. ലൈഫിൽ ഒരു SSB അറ്റൻഡ് ചെയ്യുക, പോയി അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പോഷർ കിട്ടിയിട്ട് തിരിച്ചു വരണം. അതെ. അപ്പൊ ഇത്രയും നേരം നിരവധി കാര്യങ്ങൾ, കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു, അത് മാറ്റാൻ സാധിച്ചു. ഇപ്പൊ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സക്സസ് ആവാനും അല്ലെങ്കിൽ നമ്മൾ റുട്ടീനിൽ ഉൾപ്പെടുത്തേണ്ട പല കാര്യങ്ങളും സാർ ഇപ്പൊ പറയുന്നുണ്ടായി. അപ്പൊ ഇത്രയധികം നേരം ഞങ്ങളുടെ കുറച്ച് നിമിഷം പങ്കുവച്ചതിന് വളരെയധികം നന്ദി. അപ്പൊ ഇനിയും നിരവധി സക്സസ് ഉണ്ടാവട്ടെ. ഇതുപോലെ തന്നെ ഇതേപോലെ മോട്ടിവേഷനും എല്ലാ ആളുകൾക്കും നൽകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.